ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരും എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് ഇത്തരത്തിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമ്മുടെ വീഡിയോയുടെ ബാക്കിലെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച്, അപ്പോൾ എപ്രകാരമാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നൂതനമായ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് ഇത്തരത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമുക്ക് ഈസിയായി പുറകിൽ കാണിക്കാനെല്ലാം സാധിക്കും. അതായത് നമ്മളെ മാത്രം ഇവിടെ നിർത്തി ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല രീതിയിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിനെ കുറിച്ചെല്ലാം പറയുന്നു, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പ്ലേസിൻ്റെ ഇമേജ് എല്ലാം നിങ്ങൾക്ക് വയ്ക്കാം. അതുപോലെ കൂടുതൽ ആളുകൾക്ക് ആകർഷണമായ രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്നത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇൻഎക്സ്പെൻസീവായ ഒരു മെത്തേഡ് കൂടിയാണിത്. നമുക്ക് ഇത്തരത്തിൽ പലവിധ സീനറീസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് വീഡിയോസ് എല്ലാം ചെയ്യുക എന്നത് വളരെ എക്സ്പെൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ എക്സ്പെൻസ് എല്ലാം കട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൊടുക്കാനും ഇത്തരത്തിൽ ഈ ഒരു ഗ്രീൻ സ്ക്രീൻ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ ചെയ്യുന്ന സാധാരണ ടെക്നിക്കിനെ കുറിച്ചെല്ലാമാണ് ഇവിടെ പറയുന്നത്. വളരെ ഈസിയായി നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എല്ലാം യൂസ് ചെയ്ത് ഈ ഗ്രീൻ സ്ക്രീൻ എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഞാൻ ചെയ്യുന്നത് എന്ന് ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്കും നിങ്ങൾ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ ചെയ്യാൻ സാധിക്കും. ഇതിനായി നിങ്ങൾക്ക് ആമസോണിൽ ഇതുപോലെ ഒരു ഗ്രീൻ സ്ക്രീൻ എല്ലാം പർച്ചേസ് ചെയ്താൽ മതി. ഏകദേശം 1000 രൂപയ്ക്കുള്ളിലെല്ലാം നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഏകദേശം 1400 രൂപ റേഞ്ചിലുള്ള ഒരു ഗ്രീൻ സ്ക്രീൻ എല്ലാമാണ്. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്യുന്നതിന് ഒരു ചെറിയ സ്റ്റാൻഡ് എല്ലാം ഉണ്ട്. ആ ഒരു സ്റ്റാൻഡിലാണ് നമ്മുടെ ഈ ഗ്രീൻ സ്ക്രീൻ ഇത് നമ്മൾ ഹാങ് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ക്യാമറയിൽ കറക്റ്റായി വച്ചതിന് ശേഷം, അതായത് ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഗ്രീൻ ആയി വരുന്ന രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുക. ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്രീമിയർ പ്രോ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഫയൽ എന്നതിൽ പോയതിന് ശേഷം നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തു വച്ചിരിക്കുന്ന, അതായത് ഗ്രീൻ സ്ക്രീൻ വെച്ച് റെക്കോർഡ് ചെയ്തു വച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ ഇതിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വർക്ക് എന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഇതാണ് ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോ. ഇനി നമുക്ക് ഇത് ഈ ഒരു എഡിറ്റിംഗ് ഇവിടെ ഫീൽഡിലേക്ക് ഇതിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഇത്തരത്തിൽ ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത്തരത്തിൽ ഈ ഗ്രീൻ സ്ക്രീൻ എല്ലാം വെച്ചാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ ഗ്രീൻ സ്ക്രീൻ എല്ലാം മാറ്റണമെങ്കിൽ ഇതിനായി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്റ്റ് എന്ന ടാബിൽ പോയതിന് ശേഷം അൾട്രാ എന്ന് സെർച്ച് ചെയ്യുക. ഈ അൾട്രാ കീ യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രീമിയർ പ്രോയിൽ ഇതുപോലെ ഗ്രീൻ സ്ക്രീൻ എല്ലാം റിമൂവ് ചെയ്യുക. ഇത് ജസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ ഇവിടെ അൾട്രാ കീ എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇതിലേക്ക് ഏതൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടത് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫയൽ എന്നതിൽ പോയതിനു ശേഷം ഇമ്പോർട്ട് എന്നതിൽ പോയി ഇവിടെ ഞാൻ എൻ്റെ ഈ ഒരു ഡെസ്ക്ടോപ്പിൽ നിന്നും ഞാൻ ഇവിടേക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടേക്ക് ഡ്രാഗ് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഈ വീഡിയോയ്ക്ക് താഴെയായി പ്ലേസ് ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത് ഇത് V1 എന്നതിലാണ്. അതിനാൽ തന്നെ ഇതിൻ്റെ താഴെ ഇവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് നമ്മൾ മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ഇത് V2 എന്ന ഈ ഒരു ലൈനിലാണ് ഈ ഒരു വീഡിയോ ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ V1 എന്നതിലേക്ക് ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എൻലാർജ് ചെയ്താൽ കാണാം ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ എത്ര ഭാഗമാണോ വേണ്ടത് അതുവരെ ഇത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്.
അതായത് ഈ വീഡിയോയുടെ താഴെയായി ഈ ഒരു ഇമേജ്, അതായത് ഈ PNG ഫോർമാറ്റിലുള്ള ഈ ഒരു ഫോട്ടോ ഇവിടെ നമ്മൾ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു അൾട്രാ കീ ഇതിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഈ കളർ പിക്കിംഗ് ടൂളിൽ ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്രകാരം ഈ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഇത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് സൈസിലല്ല ഇപ്പോൾ ഇരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് ഇത് ഇവിടെ ഈ ഒരു ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റ് ടു ഫ്രെയിം സൈസ് എന്നതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഇത് കറക്റ്റായ ഒരു ക്ലിയർ അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നില്ല. അതിനാൽ തന്നെ വീണ്ടും ഇത് ഡ്രാഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ ഫയൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ വീണ്ടും നമുക്ക് ഈ അൾട്രാ കീ എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. ഇതിലാണ് നമ്മൾ കുറച്ച് ചേഞ്ചസ് എല്ലാം വരുത്തുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ലഭിക്കും. അപ്പോൾ ഇവിടെ ഈ ഹൈലൈറ്റ് എല്ലാം നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ കുറച്ച് നോക്കാം. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഇത് 10 എന്നതിൽ നിന്നും നമുക്ക് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാം. ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു വാല്യൂ ഇത് ഞാൻ 95ലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഷാഡോ അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായ ഒരു ഫിഗർ എല്ലാം ലഭിക്കും. അതായത് നമ്മുടെ ഇമേജ് ഇത് കറക്റ്റായ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ നമുക്ക് ഇവിടെ സെറ്റായിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമുക്ക് ആ ഗ്രീൻ സ്ക്രീൻ എല്ലാം മാറി. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്രകാരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നിങ്ങൾക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്രീൻ സ്ക്രീൻ എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് മറ്റു ആവശ്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്